നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു കർത്താവിൻ്റെ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏതു പ്രശ്നത്തെയും പരിഹരിക്കുവാൻ കഴിയുന്ന ഒരു കരുത്തുറ്റ ശബ്ദമാണ് യേശുവിൻ്റെ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ യേശു കർത്താവ് ലാസറിനെ അടക്കം ചെയ്ത കല്ലറയുടെ വാതിക്കൽ വന്നിട്ട് ഒരു വാക്ക് പ്രഖ്യാപിച്ചു: ലാസറേ, പുറത്തു വരിക. ആ ശബ്ദം മരണത്തിനപ്പുറത്തേക്ക് പോയ ലാസറിനെ മടക്കിക്കൊണ്ടുവരുന്ന ശബ്ദമാണ് യേശുവിൻ്റെ ശബ്ദം. സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിലെ ഏത് അടയപ്പെട്ട വിഷയത്തെയും യേശുവിൻ്റെ ശബ്ദത്തിന് മുമ്പിൽ തുറന്നു വരും. 4 ദിവസമായി മരിച്ച് അടക്കപ്പെട്ട് കല്ലറയ്ക്കകത്ത് ജീവൻ നഷ്ടപ്പെട്ട് ജീർണ അവസ്ഥയിലായിരിക്കുന്ന ലാസറിൻ്റെ പേരിനെ യേശു കർത്താവ് പ്രഖ്യാപിച്ചപ്പോൾ അവിടെ ജീവൻ്റെ തുടിപ്പുണ്ടായെങ്കിൽ, സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിലെ അടഞ്ഞ ചില വിഷയങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ തകർന്നു പോയ ചില വിഷയത്തെ യേശു കർത്താവിന് വീണ്ടും ഓപ്പൺ ചെയ്യാൻ കഴിയും. യേശുവിൻ്റെ വാക്കിന് നിങ്ങളുടെ ജീവിതത്തെ ചലിപ്പിക്കാൻ കഴിയും. അത്ര കരുത്തുറ്റ യേശുവിൻ്റെ ശബ്ദം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചില ദൈവശബ്ദം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ നിന്ദിക്കപ്പെട്ടു പോയ, അപമാനിക്കപ്പെട്ടു പോയ, വേദനിച്ചു പോയ, കരയുന്ന ചില വിഷയത്തെ യേശു കർത്താവ് ഇന്ന് പകൽ നോക്കി കൽപ്പിക്കുകയാണ്: പുറത്തു വരിക, പുറത്തു വരിക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.